എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 48ാമത്തെ സെക്ഷനാണ്. അതായത് 4 വർഷം പൂർത്തിയാകുന്നു. കഴിഞ്ഞ 47 സെക്ഷനുകളായി 47 മാസങ്ങളായി ഇത് അഭംഗുരം തുടർന്നു വരികയാണ്. അത് എനിക്ക് തോന്നുന്നു ആചാര്യസ്വാമികളുടെ അനുഗ്രഹ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഇതുപോലൊരു ഓൺലൈൻ ചാനലിൽ അല്ലെങ്കിൽ ഓൺലൈൻ പരിപാടിയുമായിട്ട് ഒരു 48 അല്ലെങ്കിൽ 4 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്. അതിന് വിശ്വാസാറിനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം എത്ര മുമ്പൊക്കെ പറയാറുള്ള പോലെ കുട്ടികൾ കുറവുണ്ടെങ്കിൽ തന്നെ ക്ലാസ് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ. അങ്ങേക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഒരാഗ്രഹമാണ് 50ാമത്തെ ഈ സെഷൻ നമ്മൾ ആചാര്യസ്വാമികളുടെ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാലടിയിൽ വെച്ച് ശ്രീശങ്കര സ്മൃതി എന്നുള്ള പേരിൽ ഏപ്രിൽ മാസം 19-ാം തീയതി കാലടി നടക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഈ അദ്വൈത ലഹരിയുടെ 50ാമത്തെ സെഷൻ അവതരിപ്പിക്കാമെന്നാണ് കരുതുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ഞാൻ ഇവിടുന്നിപ്പം ആൾക്കാർ വന്നിട്ടില്ല, എന്നാലും ഞാൻ മാധവേട്ടനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുസ്മരണയ്ക്കായി മാധവേട്ടൻ കേൾക്കുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു, അദ്ദേഹം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഉണ്ണികൃഷ്ണ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുസ്മരണയ്ക്കായി. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. ഓം സദ്ഗുരുവേ നമഃ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം ഉണ്ണികൃഷ്ണ സർ. ഇന്നത്തെ 48ാമത്തെ സെഷനിലേക്ക് വിനയപുരസരം വിശ്വനാഥ് സാറിന്റെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത ഇത് ഭാരതമെമ്പാടും ആഘോഷിക്കുന്ന ശിവരാത്രി എന്നുള്ള ഒരു മഹത്തായ സുദിനത്തിൽ നമുക്ക് ഭാരതത്തിന്റെ ആത്മീയ ചിന്തകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയതിൽ അത് സംഘടിപ്പിക്കാൻ പറ്റിയെന്ന് ഒക്കെ അഭിമാനിക്കാം. കാരണം ശിവരാത്രി ദിവസമായിട്ട് ആൾക്കാരൊന്നും തീരെ കുറവായിരിക്കും. എന്നൊക്കെ വിചാരിച്ചെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ട്. നന്നായി. ശിവരാത്രിയെ കുറിച്ച് ശിവന്റെ രാത്രി എന്നുള്ള സങ്കല്പത്തെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ ആ വിഷയം ഒന്ന് കൊണ്ടുവന്നിട്ട് തോന്നി. ശിവയായ രാത്രിയാണ് ശിവരാത്രി. ശിവ എന്ന് വെച്ചാൽ മംഗളസ്വരൂപിയായ ജ്ഞാനദേവതയാണ്. രാത്രി ശിവാകാശന സന്നിധത്തെ വിലോചനേ ജാഗ്രതമപ്രമത്തെ സമാനധർമായുവയോ സകാശേ സഖാ ഭവിഷ്യത്യചിരേണ കശ്ചിത്. ഇന്ന് ശിവയായ രാത്രിയാണ്. ശിവൻ അല്ല, ശിവ എന്ന വാക്കിന് അർത്ഥം മംഗളസ്വരൂപിണിയായ ദേവിയാണ്. ആ ദേവിയാണ് ജ്ഞാനപ്രദായിനിയായിട്ട് എല്ലാ ശക്തികളെയും ജ്ഞാനത്തിലേക്ക് പ്രചോദിപ്പിക്കുന്ന ദേവിയാണ് ശിവ. ആ ശിവയായ രാത്രിയാണ് ശിവരാത്രി, ശിവരാത്രി.
അതുകൊണ്ട് അല്ലയോ വിലോചനെ, കണ്ണുകളെ, നിങ്ങൾ ജാഗ്രതമപ്രമത്തം, നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഉറക്കമൊഴിച്ചു കഴിഞ്ഞുകൂടുക. കണ്ണുകളോട് കവി പറയുകയാണ്, അല്ലയോ കണ്ണുകളെ, നിങ്ങൾ ഈ രാത്രിയിൽ ശിവലിംഗത്തിലേക്ക് നോക്കി കണ്ണടയ്ക്കാതെ ആ മഹാദേവന്റെ മുമ്പിൽ കണ്ണുകൾ മറ്റെങ്ങും പോവാൻ, അപ്രമത്തന്മാരായിട്ട് പ്രമദിച്ചു പോവാൻ, വിലോചനയെ ജാഗ്രതം ഉണർന്നിരിക്കുക, അപ്രമത്തെ. എന്തിനാ ഇങ്ങനെ ഉണർന്നിരിക്കാൻ പറഞ്ഞത്? ശിവരാത്രിക്ക് പ്രധാനം ഉറക്കമൊഴിയാണ്. എന്തിനാണിത്? സമാനധർമായുപയോ പ്രകാശേ, നിങ്ങളുടെ കണ്ണുകളുടെ അടുത്തേക്ക് നിങ്ങളുടെ കണ്ണിന് സമാനമായ ധർമ്മമുള്ള ഒരു ഭവിഷ്യതി, ഒരു കൂട്ടുകാരൻ എത്തിച്ചേരും. മഹാദേവനിൽ നിന്നും ഈ രാത്രിയുടെ ഒരു ഘട്ടത്തിൽ അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ ശിവലിംഗത്തിൽ നിന്നും ജ്ഞാനസ്വരൂപത്തിന്റെ പ്രകാശം നിങ്ങളുടെ കണ്ണിലേക്ക് നേരിട്ട് വരും. കണ്ണിന്റെ യഥാർത്ഥമായ സ്വഭാവം, കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുളാണ് ജ്ഞാനം, അറിവ്. ആ ജ്ഞാനം കണ്ണിന്റെ ഏറ്റവും നല്ല മിഴിവാണ്. കണ്ണിന്റെ സമാനമായ സ്വഭാവമുള്ള ഒരു ജ്ഞാനം, അറിവ് നിങ്ങളുടെ കണ്ണിലേക്ക് പറയും. അതുകൊണ്ട് ശിവരാത്രിക്ക് മഹാദേവന്റെ മുമ്പിൽ ഉറക്കമൊഴിഞ്ഞ് ധ്യാനനിമഗ്നമായി കണ്ണുകൾ തുറന്ന് ശിവലിംഗത്തിലേക്ക് നോക്കിയിരിക്കണം. അതിൽ നിന്നും ജ്ഞാനപ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തും. ശിവരാത്രിക്ക് ഈ കലാപരിപാടികൾ ആസ്വദിച്ചോ മറ്റെന്തെങ്കിലും ചെയ്തോ ഉറക്കമൊഴിഞ്ഞ് സമയം കളയാനല്ല കവി നിർദ്ദേശിക്കുന്നത്. ഈ ജ്ഞാനത്തിന്റെ ആവിർഭാവം ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും മഹത്തായ പാരമ്പര്യമാണ്. അതുകൊണ്ട് ആ ദിവസം നമ്മൾക്ക് ഈ ജ്ഞാനപ്രദായകമായ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. നാമക്കമായി പൂജിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം മഹാഭാരതമാണ്. മഹാഭാരതത്തിലെ രണ്ടാമത്തെ, കഴിഞ്ഞ ഒരു ക്ലാസ് എടുത്തു, എൻ്റെ ബാക്കി രണ്ടാമത്തെ ക്ലാസ്സും വനപർവം വരെയുള്ള കഥയാണ് എടുത്തെന്ന് തോന്നുന്നു. ആദ്യ സഭ, വനപർവം വരെ. ഇനി വിരാടപർവമാണ് ഇന്ന് എടുക്കേണ്ടത്. വനപർവത്തിലെ വരെയുള്ള കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചുരുക്കി പറഞ്ഞത്. വിരാടപർവം ആരംഭിക്കുന്നത് ചൂതിൽ പരാജയപ്പെട്ട 12 വർഷം വനവാസം, അതിനുശേഷം 1 വർഷം അജ്ഞാതവാസം എന്നായിരുന്നു ഇവരുടെ അന്നത്തെ പന്തയത്തിന്റെ നിശ്ചയം. അതനുസരിച്ച് ഇവരെ അജ്ഞാതവാസത്തിന് വേണ്ടി വിരാട് രാജധാനിയിലേക്ക് എത്തി. വേഷപ്രച്ഛന്നരായിട്ടാണ് എത്തുന്നത്. അതിനു മുമ്പായിട്ട് വനവാസകാലത്ത് തങ്ങളുടെ കൂടെ വന്ന കുറേ മഹർഷിമാരുമുണ്ട്, കുറേ ബ്രാഹ്മണരും, കുറേ പേരുണ്ട്. മഹർഷിമാരെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ബ്രാഹ്മണർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യിച്ചുകൊണ്ടിരുന്നു. ഈ 2 കൂട്ടരെയും ദ്വാരകയിലേക്കും പാഞ്ചാല ദേശത്തേക്കും മടക്കി അയച്ചു. അജ്ഞാതവാസത്തിൽ ഇവരാരും പാടില്ല, അവർ 5 പേര് മാത്രമേ പറ്റുള്ളൂ പാഞ്ചാലി. അതുകൊണ്ട് ഇവരെയെല്ലാം കുറെ പേരെ ദ്വാരകയിലേക്ക് മടക്കി അയച്ചു, ബാക്കി കുറെ പേരെ പാഞ്ചാല രാജ്യത്തേക്ക് മടക്കി അയച്ചു. എന്നിട്ട് ഇവർക്ക് അവരവർക്ക് പരിചിതമായ ജോലിക്ക് തക്ക ഓരോ വേഷം സ്വീകരിച്ചു. യുധിഷ്ഠിരൻ സ്വീകരിച്ചത് ചൂതുകളിക്കാരന്റെ വേഷമാണ്. കങ്കൻ എന്ന പേരിൽ ബ്രാഹ്മണ വേഷധാരിയായി രാജാവിന്റെ അനുയായികളായി കൂടെ പോയി. ഭീമൻ പലൻ എന്ന പേരിൽ ഒരു പാചകക്കാരനായിട്ട്, കൊട്ടാരത്തിലെ പാചകക്കാരനായിട്ട് ജോലി ചെയ്ത് അവിടെ കൂടി. അർജുനൻ പണ്ടൊരവസരത്തിൽ ഉർവശിയിൽ നിന്ന് ലഭിച്ച ശാപത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ബൃഹന്തള എന്ന പേര് സ്വീകരിച്ച് കൊട്ടാരത്തിലെ നൃത്ത അധ്യാപികയായി സ്ത്രീജനങ്ങളെ ഒരുക്കാൻ വ്യാപൃതരായ ജോലിയിലേക്ക് ഏർപ്പെട്ടു. കുതിരക്കാരനായ നകുലൻ ഗ്രഥികൻ എന്ന പേര് സ്വീകരിച്ച് അവിടെ കഴിഞ്ഞു. തന്ത്രിപാലൻ എന്ന പേര് സ്വീകരിച്ച് പശുപാലകനായിട്ട് സഹദേവൻ. രാജ്ഞിയുടെ തൊഴിയായിട്ട് ഭൈരന്തി എന്ന പേര് സ്വീകരിച്ച് പാഞ്ചാലി. ഇങ്ങനെ 6 പേരും ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി.
ആ ഒരു വർഷത്തിനിടയിൽ നടന്ന പ്രധാന സംഭവങ്ങളാണ് വിരാട പർവ്വത്തിലെ വിഷയം പറയുന്നത്. ഒത്തിരി കഥകളുണ്ട്, അതിലൊന്നും പറയുന്നില്ല. ജീമൂതവധം, കീചകവധം, ഇതൊക്കെ ഇതിന്റെ പ്രധാന കഥകളാണ്. കീചകവധമാണ് ആ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാസന്ദർഭം. പൈരന്ധിയെ ശല്യപ്പെടുത്താൻ ശ്രമിച്ച വിരാടന്റെ അളിയനായ കീചകനെ ഭീമൻ തന്ത്രപൂർവ്വം നിഗ്രഹിക്കുന്ന കഥയാണ്. കീചകന്റെ നിര്യാണം നാടെങ്ങാനും അത് പരന്നു. കീചകനെ കൊല്ലാൻ ശക്തിയായിരിക്കുന്ന ഒരാൾ ഭീമൻ മാത്രമേ ഉള്ളൂ എന്നും ദുര്യോധനാദികൾക്ക് നല്ല ഉറപ്പാണ്. മരിച്ചത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ് എന്ന് ദുര്യോധനാദികൾ ഉറപ്പിക്കുന്നു. അപ്പം വിരാട രാജധാനിയിൽ ഇവര് ഒളിഞ്ഞു താമസിക്കുന്നുണ്ടാവും എന്നൊരു സങ്കല്പത്തിൽ വിരാട രാജ്യത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ ആക്രമിക്കാൻ പറ്റും? ചുമ്മാതെ കരുത്ത് ആക്രമിക്കാൻ പറ്റും. അതുകൊണ്ട് അവരുടെ പശുക്കളെ ബലാത്കാരനെ കടത്തിക്കൊണ്ട് അങ്ങനെ പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ രാജാവുമായിട്ട് ഏറ്റുമുട്ടാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ വന്നാൽ, ഒരു ഏറ്റുമുട്ടൽ വന്നാൽ രഹസ്യമായി താമസിക്കുന്ന പാണ്ഡവർ രംഗത്ത് വരും എന്ന് ദുര്യോധനൻ കണക്കൂട്ടി. ഗോസമ്പത്തുകളൊക്കെ മോഷ്ടിച്ചു. രാജപുത്രനായ ഉത്തരൻ മോഷ്ടാക്കളെ കൗരവരെ നേരിടാൻ വിരാട് രാജാവ് നിയോഗിച്ചു. ധൈര്യശാലി എന്ന് വീമ്പിളക്കിയ ഉത്തരന്റെ തേരാളിയായിട്ട് ബൃഹന്തള പോകുന്നു. അകലെയായി കൗരവ സൈന്യത്തെ കണ്ടപ്പോൾ ഭയന്ന് വിറച്ച ഉത്തരനോട് താൻ യഥാർത്ഥ അർജുനനാണെന്ന് വെളിപ്പെടുത്തി മരപ്പത്തിൽ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങളൊക്കെ എടുത്ത് വില്ലുകുലച്ച് ശബ്ദം കേൾക്കുന്നതോടെ കൗരവർക്ക് മനസ്സിലായി ഇത് അർജുനൻ തന്നെയാണ്. ഗാന്ധീവത്തിന്റെ ഞാനൊരു കേട്ടപ്പോൾ മനസ്സിലായി. തുടർന്ന് യുദ്ധത്തിൽ അർജുനൻ കൗരവരെ പരാജയപ്പെടുത്തുന്നു. ഒരു വർഷത്തെ അജ്ഞാതവാസം തീർന്നിരിക്കുന്നുവെന്ന് കൗരവർ പ്രഖ്യാപിക്കുന്നു. അധിമാസം എന്ന രീതിയിലുള്ള കണക്ക് എണ്ണി നോക്കുമ്പോൾ പൂർത്തിയായില്ല എന്ന് പാണ്ഡവർ അങ്ങോട്ടും വാദം വെച്ചു. 5 ദിവസത്തിന്റെ പോരായ്മയുണ്ടായി. അതുകൊണ്ട് പാണ്ഡവർ വീണ്ടും വനവാസത്തിന് പോകണം എന്ന് തർക്കമുണ്ടായെങ്കിലും പാണ്ഡവർ അതിന് വഴങ്ങിയില്ല. പാണ്ഡവർ തിരിച്ചെത്തിയ എന്നറിഞ്ഞ വിരാട് രാജാവ് അവരെ വേണ്ട പോലെ സ്വീകരിച്ചു. അർജുനോട് തൻ്റെ മകളായി ഉത്തരയെ സ്വീകരിക്കാൻ അപേക്ഷിക്കുന്നു. ഗുരുവായി തനിക്ക് ഇവൾ മകളെ പോലെയാണെന്ന് പറഞ്ഞ അർജുനൻ തന്റെ പുത്രനായ അഭിമന്യുവിനായിട്ട് ഉത്തരയെ സ്വീകരിച്ചു. അത് വിരാട പർവ്വം ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ഉദ്യോഗ പർവ്വമാണ്. ഉദ്യോഗം എന്ന വാക്കിന്റെ അർത്ഥം ഒരുക്കം എന്നാണ്. യുദ്ധത്തിന് വേണ്ടി ഒരുക്കം നടത്തുന്ന ഒരു പർവ്വത്തിന്റെ പേരാണ് ഉദ്യോഗപർവ്വം. ആദി, സഭ, വന, വിരാട, ഉദ്യോഗ, ഈ 5 പർവ്വങ്ങൾ യുദ്ധത്തിന് മുമ്പുള്ള പർവ്വങ്ങളാണ്. അജ്ഞാതവാസത്തിന് ശേഷം പാണ്ഡവര് ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടുത്തുള്ള ഉപപ്ലവം എന്ന ഗ്രാമത്തിൽ എത്തി. ശ്രീകൃഷ്ണ മുതലായ സുഹൃത്തുക്കളുമായിട്ട് ഭാവി കാര്യങ്ങളൊക്കെ ആലോചിച്ചു. യുദ്ധം അനിവാര്യമാണെന്ന് സാത്വിക് വാദിച്ചു. അധിമാസം എന്ന സാങ്കേതികത മൂലം അജ്ഞാതവാസം കഴിയാൻ 5 ദിവസം ബാക്കിയുണ്ടെന്ന് അതിനു മുമ്പ് കണ്ടുപിടിച്ചതിനാൽ പാണ്ഡവർ വീണ്ടും വനവാസത്തിൽ പോകണമെന്ന് ശഠിക്കുന്ന കൗരവരുമായിട്ട് യുദ്ധം അല്ലാതെ മറ്റൊരു വഴിയില്ലാതെ നിശ്ചയിച്ചു. യുദ്ധം കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാണിച്ച് ശ്രീകൃഷ്ണനെ പാകപ്പെടുത്തി. അവിടെ ശ്രീകൃഷ്ണന്റെ ഒരു ബലമായ ഒരു തന്ത്രമാണ്. യുദ്ധത്തിന്റെ കെടുതികൾ ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് പല പ്രാവശ്യം അദ്ദേഹം ശ്രീകൃഷ്ണൻ നിരുത്സാഹപ്പെടുത്തി. യുദ്ധം നല്ല വിധം ഒഴിവാക്കാൻ സാധിക്കുമോ എന്നറിയാനായി പാഞ്ചാല രാജാവിന്റെ നിർദ്ദേശപ്രകാരം ദൂതനെ ഹസ്തനപുരത്തിൽ ദൗത്യം ചെയ്തു. ഈ ദൗത്യങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഇനി യുദ്ധമില്ലാതെ വഴിയില്ലെന്ന് 2 കൂട്ടം തീരുമാനിച്ചു. അവസാന ശ്രമം എന്ന നിലയ്ക്ക് പാഞ്ചാല രാജാവിന്റെ ദൂതനെ വീണ്ടും അയക്കുന്നു. ആ ദൗത്യവും രാജ്യത്ത് ഇനി യുദ്ധം തന്നെയാണെന്ന് നിശ്ചയിച്ചു. ഏറ്റവും കൊണ്ട് യുദ്ധം ഒഴിവാക്കണമെന്ന സന്ദേശവുമായി യുദ്ധരാഷ്ട്ര പഞ്ചയനെ പറഞ്ഞേക്കുന്നു. പഞ്ചയൻ പാണ്ഡവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞ് യുദ്ധം ഒഴിവാക്കണം എന്നുള്ള രാജാവിന്റെ അഭിപ്രായം അറിയിക്കുന്നു. അപ്പോഴത്തേക്കും പാണ്ഡവ സഭ യുദ്ധം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ശ്രീകൃഷ്ണൻ മറുപടി. ഇനി തിരിച്ചൊരു മാറ്റമുണ്ടാകും. മടങ്ങിയെത്തിയ പഞ്ചയനോട് പോയ കാര്യങ്ങൾ എന്തായെന്ന് ആകാംക്ഷയുടെ അന്വേഷിച്ചു. യാത്രാക്ഷീണം കൊണ്ട്
ഇന്ന് പറയില്ല, നാളെ കൗരവസഭയിൽ വിളിച്ച് വിശദീകരിക്കാം എന്ന് സഞ്ജയൻ രാജാവിനെ അറിയിച്ചു. ഇതോടെ ധൃതരാഷ്ട്ര അത്യന്തം ആശങ്കാകുലനായി. എന്തൊക്കെയോ ദുരന്ത സൂചനകൾ ഉണ്ട്. ദുഃഖിതനായി ഉറങ്ങാതെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. ആ ധൃതരാഷ്ട്രത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത് നൽകുന്ന ഉപദേശങ്ങളാണ് വിദുരോപദേശം എന്ന പേരിൽ പ്രസിദ്ധമായത്. 8 അധ്യായങ്ങളായിട്ട് 500ഓളം ശ്ലോകങ്ങളാണ് വ്യാസമഹർഷി വിദുരോപദേശമായി ഈ ഉദ്യോഗപർവത്തിൽ അവതരിപ്പിക്കുന്നത്. അത് മുഴുവനും നമുക്ക് ചർച്ച ചെയ്യാനും പറയാനും പറ്റില്ല. താലീപുലാകന്യായേന 2ഓ 3ഓ ഭാഗം മാത്രം ഒന്ന് സൂചിപ്പിക്കാമോ. എന്താണ് വിദുരോപദേശത്തിന്റെ പ്രസക്തി എന്ന് പറയാൻ വേണ്ടിയിട്ട്. വിദുരോപദേശത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം ലൗകിക ന്യായം ഉൾക്കൊള്ളുന്നതാണ്. ആധ്യാത്മികത മാത്രമല്ല, ലോക ജീവിതത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് കാണിക്കാനുള്ള ലൗകിക ന്യായങ്ങളാണ് ഉപദേശങ്ങളെ അധികവും. പ്രാപഞ്ചിക ജീവിതത്തിൽ ഒരു ഉത്തമനായ പുരുഷനായിട്ട് ജീവിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ പാലിക്കേണ്ടതെന്ന് ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രന് നൽകുന്ന ഉപദേശമാണ്. ജ്യേഷ്ഠന്റെ ചിന്താഗതി ശരിയല്ലെന്നും യുദ്ധം സർവനാശത്തിന് കാരണമാണെന്നും പല അവസരങ്ങൾ പല ദിവസം മാറി മാറി അനുജനായ വിദ്രോഹ ജ്യേഷ്ഠനെ ഉപദേശിച്ചതാണ്. ഇതൊന്നും ജ്യേഷ്ഠൻ അന്ന് കൈക്കൊണ്ടില്ല. പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് ആർത്തനാണ്, ദുഃഖിതനാണ് ജ്യേഷ്ഠൻ. ഉറങ്ങാതെ രാത്രി ഉത്കണ്ഠയോടെ കഴിച്ചു കൊടുക്കുകയാണ്. അവസാനത്തെ ശ്രമമായിരുന്നു യുദ്ധം ഒഴിവാക്കാൻ. സ്വന്തം മക്കൾ തമ്മിൽ യുദ്ധം കൂടുന്നതിനോട് ഉള്ളിൽ താല്പര്യമില്ല. അതെങ്ങനെങ്കിലും ഒഴിവാക്കി കിട്ടിയാന്ന് വിചാരിച്ചാണ് സഞ്ജയനെ പറഞ്ഞയച്ചത്. സഞ്ജയൻ തേച്ചു എൻ്റെ മറുപടി ആയിട്ട് പറഞ്ഞില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആശങ്കാകുലനായി. അപ്പോഴാണ് ഇതൊരു നല്ല സന്ദർഭമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ ഉപദേശം ആരംഭിക്കുകയാണ്. ഉപദേശിക്കാൻ സന്ദർഭം തിരഞ്ഞെടുക്കണം. ചോദിക്കുമ്പോൾ മാത്രമേ ഉപദേശിക്കാം. അന്നം വിദ്യ കന്യാച അനർത്ഥിഭ്യോ നദേയ. അന്നം ചോദിക്കാത്തവർക്ക് കൊടുക്കരുത്, വിദ്യ ആവശ്യപ്പെടാത്തവർക്ക് ഉപദേശിച്ചു കൊടുക്കരുത്, കന്യകയെ ചോദിച്ചു വരുന്നവർക്കേ കൊടുക്കാവൂ. ഈ 3 എണ്ണം ചോദിക്കാതെ വരുന്നവർക്ക് കൊടുക്കരുത്. ഇപ്പോഴും അങ്ങനെയാണ്. കന്യക അന്വേഷിച്ചിട്ട് വരൻ ഇങ്ങോട്ട് വന്നെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ല വഴിയോ ഒന്നര വ്യക്തി വരും വ്യക്തികൾ കന്യക കൊടുക്കുമ്പോൾ കൊടുക്കാറില്ല. വിദ്യയും അങ്ങനെ കൊടുക്കരുത് ആവശ്യപ്പെടുന്നൊരു സന്ദർഭത്തിൽ. അതുകൊണ്ടാണ് ഗീതോപദേശം പോലും അങ്ങനെയാണ്. അവസാന നിമിഷം യുദ്ധം ആരംഭിക്കാൻ നേരമാണ് അർജുനൻ ചോദിക്കുന്നത്, യശ്രേയസ്യാദ്, ഏതാണ് ശ്രേഷ്ഠമെന്ന് ഉപദേശിച്ചു തരുമെന്ന് ചോദിച്ച് അപ്പൊ പറഞ്ഞു കൊടുക്കണം. അതുവരെ ചോദിച്ചില്ല. അതുവരെ എത്രയോ ദിവസങ്ങൾ അവരൊന്നിച്ച് യമുനയുടെ തീരത്ത് കളിച്ച് നടന്നാണ്. അപ്പൊ വേണേ ഉപദേശിക്കായിരുന്നല്ലോ. ഇപ്പോഴാണ് ചോദിച്ചത്. ഇപ്പൊ ഒരു സന്ദർഭമാണ്. നമ്മളും ജീവിതത്തിൽ കുട്ടികളെ, മക്കളെയോ ശിഷ്യന്മാരെ ഉപദേശിക്കാൻ സന്ദർഭം തിരഞ്ഞെടുത്തേ ഉപദേശിക്കാവും. അവർക്ക് ആവശ്യമായ സന്ദർഭത്തിൽ അതൊക്കെ പോകും. അല്ലെങ്കിൽ നമ്മുടെ ഉപദേശമൊക്കെ പാഴായി പോകും. വെറുതെ പറയും. കുറെ പറയുമ്പോൾ അവരിന്ന് പറയും, ദാ അങ്ങനെ ഉപദേശം തുടങ്ങി, വെറുതെ പറയും. കാരണം എന്താണ്? അവർക്ക് ഇപ്പം ഇത് ആവശ്യമില്ല. അതുകൊണ്ടാണ് വിതുരർ പല പ്രാവശ്യം പറഞ്ഞു നോക്കിയാലും ഫലമില്ല. ഇപ്പം നല്ല സന്ദർഭമാണ്. അത്രയ്ക്ക് ദുഃഖിച്ചിരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യണം? ഉദ്ദേശിക്കണം. അതുകൊണ്ട് പുത്രന്മാരുടെ അധർമ്മങ്ങളെല്ലാം അംഗീകരിച്ചത് കൊണ്ടാണ് ജ്യേഷ്ഠൻ ദുഃഖിക്കുന്നത്. പലതവണ അതിന് താക്കീത് കൊടുത്തെങ്കിലും ജ്യേഷ്ഠൻ കണക്കാക്കിയില്ല. പക്ഷെ ഉപദേശകന്മാരായ വിതുരനെ പോലുള്ളവർ അതിന് പിന്മാറരുത്. അങ്ങനെയാണ്. 1 പ്രാവശ്യം പറഞ്ഞു, 5 പ്രാവശ്യം പറഞ്ഞു, 10 പ്രാവശ്യം പറഞ്ഞു കേൾക്കുന്നില്ല, ഇനി ഞാൻ പറയില്ല എന്ന് പറയരുത്. തങ്ങളുടെ ജോലി ഇതാണ്, ഉപദേശിക്കുക. അതിങ്ങനെ എപ്പോഴും പറയും. എപ്പോഴാ കേൾക്കാൻ ഇയാൾക്ക് മനസ്സുണ്ടാകുന്ന അറിയില്ലല്ലോ, അപ്പൊ കേട്ടോളൂ. അതുകൊണ്ട് വിതുര പിന്മാറിയില്ല. ജ്യേഷ്ഠനെ വീണ്ടും ഉപദേശിക്കണം വെച്ചാൽ. അങ്ങനെ ഈ അവസാനത്തെ ആ ഒരു ശ്രമമായിട്ട് ഉപദേശം നൽകാനുള്ള സന്ദർഭം തെരഞ്ഞെടുത്തു. ധൃതരാഷ്ട്ര വിതുരരോട് ചോദിക്കുകയാണ്. ഇനി ചോദിച്ചപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രോതുമിച്ഛാമിതേ ധർമ്മ്യം പരം ശ്രേയസം വചാം അസ്മിൻ രാജർഷിവം വിശേഹി ത്വമേക പുത്രാജ്ഞ സമ്മതാം. അല്ലയോ വിതുര, ധർമ്മം എന്താന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം ആണ് ഇനി അങ്ങോട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത്. ഇത് ധർമ്മമാണോ?
സ്വന്തം മക്കൾ തമ്മിൽ പരസ്പരം അടിപിടി കൂടി യുദ്ധം ചെയ്യുന്ന ഒരു ധർമ്മമാണോ? രാജാക്കന്മാർക്ക് യോജിച്ചതാണോ? ഈ രാജർഷി വംശത്തില് ഇതിന് ഉപദേശം തരാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. പണ്ഡിതനായിട്ട് നമ്മുടെ കുടുംബത്തിൽ എന്താണ് ആകപ്പാടെ പിറന്നത് അങ്ങാണ്. ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ, ഞാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഉപദേശം. മോക്ഷകാരണമായി ധർമ്മം ഉൾക്കൊള്ളുന്ന വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ധർമ്മത്തിന്റെ വഴികൾ വിതൊരു ഉപദേശം ആരംഭിച്ചു. ധർമ്മത്തിന്റെ വഴികൾ നിഗൂഢമാണ്. ധർമ്മസ്യ ഗഹനാഗതി, ധർമ്മത്തിന്റെ ഗതി ഗഹനമാണ്. ഈ ഒരു ആമുഖത്തോടെ ആരംഭിക്കുന്ന ഉപദേശം ആത്മബോധം, ധർമ്മനിഷ്ഠ, സഹനശക്തി എന്നീ 3 ഗുണങ്ങൾ പണ്ഡിതന്മാർക്ക് അനിവാര്യമാണെന്ന് സ്ഥാപിക്കുകയാണ്. ആത്മബോധം ഉണ്ടായിരിക്കണം. താൻ ആരാണ് എന്നുള്ള ഒരു നല്ല അവബോധം, തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ വിശ്വാസം. ഇത് പലപ്പോഴും തന്നെക്കുറിച്ച് ആശങ്കയാണ്. എനിക്കിത് പറ്റുമോ, കഴിയുമോ. അതൊരിക്കലും ഒരു മനുഷ്യന് പാടില്ല. എനിക്കിത് കഴിയുന്നതാണ് എന്നൊരു ആത്മവിശ്വാസം. ഒരു തീരുമാനത്തിലെത്തിയാൽ നടപ്പാക്കാനുള്ള ഒരു കരുത്ത് വേണം. അതിന് ധർമ്മത്തെ കൂട്ടുപിടിക്കണം. ധാർമ്മികമായ വഴി ഇതിനുമുള്ള ഋഷീശ്വരന്മാർ, നമ്മുടെ പൂർവികന്മാർ, ഗുരുക്കന്മാർ ഏതൊക്കെ വഴിയാണോ സ്വീകരിച്ചത് ആ വഴി കണ്ടെത്തി അതിൽ കൂടി പോകണം. അങ്ങനെ പോയാലും എന്തു വന്നാലും സഹിക്കാൻ പറ്റും. അനുകൂലമായിട്ടും വരും, പ്രതികൂലമായിട്ടും വരും. ഇത് 3 മനുഷ്യ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള 3 പടവുകളാണ്. ഇതാണ് ഈ 3 എണ്ണത്തെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ഈ 3 എണ്ണം ഉപദേശിക്കാൻ 200ഓളം ശ്ലോകം എടുക്കും. എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചുരുക്കി പറഞ്ഞു പോവുകയാണ്. എന്തെങ്കിലും വിദ്രോപദേശം വിസ്തരിച്ച് പഠിക്കുമെന്ന് നമുക്ക് അന്ന് പറയാം. ഇപ്പം എൻ്റെ ഒരു ഭാരം മാത്രം. അതുകൊണ്ട് ധർമ്മത്തിൽ നിന്ന് ഒരു കാരണവശാലും വ്യതിചലിക്കരുത്. ദുഃഖങ്ങളും ആപത്തുകളും ഒക്കെ നേരിടാനുള്ള സഹനശക്തി അനിവാര്യമാണ്. ഇങ്ങനെ നൽകുന്ന സദ്ഗുണോപദേശങ്ങൾ പണ്ഡിതന്മാരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അല്ല, ഈ ഉപദേശങ്ങൾ ഒരു മൂഢനാണ് ജീവിതത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അയാൾക്ക് പുരുഷാർത്ഥത്തിന് നാശമുണ്ടാകും. പണ്ഡിത ലക്ഷണം, മൂഢലക്ഷണം, ഇതാണ് ഈ 200 ശ്ലോകത്തിൽ പറയുന്നത്. ഒരു പണ്ഡിതൻ എങ്ങനെയുള്ളവനാകാം, എങ്ങനെ പണ്ഡിതനാകാം, എങ്ങനെ മൂഢനാകാം. പക്ഷേ സ്വീകരിക്കുന്ന പാത്രത്തിന്റെ മഹാത്മ്യം അനുസരിച്ച് ആണ് വിദ്യ പ്രയോജനപ്പെടുന്നത്. 30 പേരുള്ള ഒരു ക്ലാസ്സില് ഒരുപോലെ ഉപദേശിക്കും. പക്ഷെ ചിലർ മാത്രമേ നന്നായിട്ട് ഉപദേശിക്കൂ, ബാക്കിയുള്ളത് അപ്പോഴേ കേട്ടിട്ടുണ്ട്. അപ്പം സ്വീകരിക്കുന്ന പാത്രത്തിന്റെ മേന്മയാണ് ഈ അറിവ് വളർന്ന് വലുതാകാൻ കാരണം. അതിന് കാളിദാസന് ഉദാഹരണം പറയും. സമുദ്രത്തിലെ ചിപ്പികൾക്ക് ഇടയ്ക്കിടയ്ക്ക് സമുദ്രത്തിൽ നിന്ന് പൊന്തി മുകളിലേക്ക് വന്ന് വായൊന്ന് പൊളിക്കും. ആ പൊളിക്കുന്ന വായ്ക്കകത്ത് മഴത്തുള്ളി വീണാൽ അത് മുത്തായിട്ട് മാറും. അങ്ങനെയാണ് മുത്ത് വിളയുന്നത്. ഇവരൊക്കെ ഇത് എങ്ങനെ കണ്ടുപിടിച്ചു നമുക്കറിയില്ല. സമുദ്രത്തിന് മുത്തുണ്ടാകുന്ന ചിപ്പിയുടെ വായിൽ മഴവെള്ളം വീഴുമ്പോഴാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിപ്പി മുകളിലേക്ക് വന്ന് വായൊന്ന് പൊളിക്കുമ്പോൾ മഴവെള്ളം അതിലേക്ക് വീണാൽ അത് മുത്തായിട്ട് വരും. ഇതേ മഴവെള്ളം തന്നെ പാറപ്പുറത്ത് വീണാൽ കലങ്ങി ഒലിച്ച് വെറുതെ ആർക്കും ഉപയോഗില്ല, പാഴായിട്ടോ. ഒരേ മഴവെള്ളം 2 പാത്രത്തിൽ വീണപ്പോൾ ഒന്ന് മുത്തായിട്ട് മാറി, ഒന്ന് കലങ്ങി ഒലിച്ച് ചെറിയായിട്ട്. ഇതുപോലെയാണ് വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നത്. നല്ല പാത്രത്തിലാണെങ്കിൽ അത് മുത്തായിട്ട് പരിണമിച്ച് ഇളഞ്ഞ് പാകപ്പെടുത്തി എത്രയോ പേർക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിലോ ചെരി പിടിച്ച് കലങ്ങി സമുദ്രത്തേക്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് ദുഷ്പാത്രം നൽകുന്ന ഉപദേശം നിഷ്പ്രയോജനമാണ്. ഈ ആമുഖത്തോടെയാണ് ഇതൊരു ഉപദേശം ആരംഭിക്കുന്നത്. ഉപദേശം ജ്യേഷ്ഠൻ പണ്ഡിതന്റെ ഭാവത്തിലാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. അല്ലെങ്കിൽ വ്യക്തമായി തീരുമെന്ന് ആദ്യം പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ അനുജനാണ്, അങ്ങ് ജ്യേഷ്ഠനാണ്. ആ ഭാവം മാറ്റിയിട്ട് അങ്ങ് ഒരു നല്ല പണ്ഡിതനെ പോലെ ഇരുന്ന് കേട്ട് യോഗിച്ചായിരിക്കും നല്ലത്. അല്ല, മൂഢനെ പോലെയാണെങ്കിൽ അറിഞ്ഞിരിക്കാൻ ആപത്തായിരുന്നു. അത്ര സുന്ദരമായ ഒരു ആമുഖത്തോടെയാണ് ഉപദേശം ആരംഭിക്കുന്നത്. ആദ്യത്തെ 2 അധ്യായങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പണ്ഡിത ലക്ഷണവും മൂഢലക്ഷണവുമാണ്. തുടർന്ന് പൊതുവായ തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരവരുടെ പ്രവൃത്തിയുടെ ഫലം
അവരവരുടെ കഴിവിനും ശക്തിക്കും അനുസൃതമാണ് എന്നുള്ള ഒരു വിധം അവതരിപ്പിക്കുകയാണ്. അവരവരുടെ പ്രവൃത്തിയുടെ ഫലം അവരവരുടെ കഴിവിനും ശക്തിക്കും വരികയുള്ളൂ, അല്ല വരാൻ പറ്റില്ലല്ലോ. ഇപ്പൊ തെങ്ങിൽ നിന്ന് മാങ്ങ ഉണ്ടാവാൻ പറ്റില്ലല്ലോ. കാരണം തെങ്ങിന്റെ ശക്തിയും കഴിവും അതിന്റെ പാരമ്പര്യവും നൈസർഗിക ഗുണം അനുസരിച്ച് അതിന് തേങ്ങയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരവരുടെ കഴിവിനും ശക്തിക്കും അനുസരിച്ച് മാത്രമാണ് അവരുടെ കർമ്മത്തിന്റെ ഫലം ഉണ്ടാകുന്നത്. അതിൽ നേട്ടം ഉണ്ടാകാം, കോട്ടം ഉണ്ടാവാം. അങ്ങനെ ആവണം എന്നൊരിക്കലും വിചാരിക്കരുത്. മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കരുത്. തെങ്ങ് മാങ്ങയുമായിട്ട് തട്ടിച്ചു നോക്കരുത്. മാഞ്ചോട്ടിൽ എത്ര പേര് വരുന്നു, എത്ര പേര് ഇതിനെ ആശ്രയിക്കുന്നു, ഹാവു മധുരമായ പഴം എന്നൊക്കെ പറഞ്ഞ് ഈ തേങ്ങ വിളിച്ചു കയറേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ കാരണം തേങ്ങയ്ക്ക് അത്രേ ഉള്ളൂ കഴിവ്. തേങ്ങയെ ആശ്രയിക്കുന്നവരുണ്ട്, അതിങ്ങനല്ല. അതതിനെ വിളിച്ച് തേങ്ങ അവിടെ തേങ്ങ താഴെ ഇടിച്ച് കരിക്ക് കുടിക്കുന്നവരുണ്ട്. പിന്നെന്താണ്, അത് കൊപ്രയൊക്കെ വിളിച്ചുണ്ടാക്കുന്നവരുണ്ട്, എത്രയുണ്ട്. ഇത് സ്വയം മനസ്സിലാക്കിയിട്ട് അവരവരുടെ കഴിവിനനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ തട്ടിച്ചു നോക്കാൻ. ഇന്ന് നമ്മൾ മറ്റുള്ളവരെ തട്ടിച്ചു നോക്കിയേ ചെയ്യുള്ളൂ. അവനെ പോലെ അങ്ങനെ ആവാൻ പറ്റില്ല. ഈ രാജാവ് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എത്ര സുന്ദരമായ ഉപദേശങ്ങളാണ്. ഇങ്ങനെ കുറേ ഉണ്ട്, എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലാത്ത ഞാൻ ചുരുക്കി പറയാം. അതുകൊണ്ട് ഈ എല്ലാവരും അവരവരുടെ സ്വത്വം എന്താണെന്ന് തിരിച്ചറിയും. എല്ലാവർക്കും അവരുടെ സ്വത്വമുണ്ട്, ഇല്ലാത്തവരാരുമില്ല. ആ സ്വത്വങ്ങളെല്ലാം ഇവിടെ ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് അവരവരുടെ കഴിവിനനുസരിച്ച് മാത്രം വേണം പ്രവർത്തിക്കാൻ. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് വ്യസനിക്കരുത്. ഗതം സർവം ഉപേക്ഷണീയം, ആയാതം അപേക്ഷണീയം. പോയത് പോട്ടെ. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി വരാനുള്ളതാണ് നോക്കേണ്ടത്. കഴിഞ്ഞത് കഴിഞ്ഞു, പോയത് പോയി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആയാതം വരാൻ പോകുന്നതിനെ അപേക്ഷിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പോയത് പോട്ടെ. അതുകൊണ്ട് നമ്മിൽ പലരുടെയും ആയുസ്സിൽ സിംഹഭാഗവും നഷ്ടപ്പെട്ടതിനെ ചൊല്ലി വ്യസനിച്ചോ കൊണ്ട് വല്ല കാര്യമുള്ളൂ. എനിക്ക് 19 വയസ്സായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊന്നുമില്ല. വേണ്ട, 60 കഴിഞ്ഞ് ചിലപ്പോൾ 1 വർഷം കാണത്തുള്ളൂ. മതി. ആ 1 വർഷം നല്ലത് ചെയ്യാൻ സാധിച്ചാൽ, 1 നിമിഷം മതി എന്ത് ചെയ്യാൻ, നല്ലത് ചെയ്യാൻ. നല്ല ചിന്ത ഉണ്ടാക്കി നല്ലത് ചെയ്യാൻ 1 നിമിഷം മതി. സപ്താഹേന നൃപ പരീക്ഷിത രാജാവിന് 7 ദിവസം പോരായിരുന്നോ ഈ മനപരിവർത്തനം ഉണ്ടാകാൻ? യാമാർത്ഥത പിങ്കളയ്ക്ക് എന്ത് മതിയായിരുന്നു? ഒരു യാമത്തിന്റെ പകുതി മതിയായിരുന്നു മനപരിവർത്തനം ഉണ്ടാവാൻ. ഖട്വാങ്കോ ഖനികാദ്വയേന, ഖട്വാങ്കന് 2 മണിക്കൂർ മതിയായിരുന്നു. എങ്കിൽ 90 പ്രായോപിതം നവ്യഥേ, ഈ 90 വയസ്സായി എനിക്ക് വ്യഥയുമില്ല, അടുത്ത നിമിഷം മരിച്ചേക്കാം, പക്ഷെ ഈ 1 നിമിഷം ഞാൻ നല്ലത്. ഈ ചിന്ത ഓരോ മനുഷ്യരും, ഞാൻ ഇത്ര നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് വിചാരിക്കണ്ട. ഇനിയും തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ചോ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോ വ്യസനിച്ച് കഴിയരുത്. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെയും ഒരു രാത്രിക്കപ്പുറം ഓർത്തിരിക്കരുത്, അത് കളയണം. ഇന്നത്തെ രാത്രി കൂടെ വേണേ ഓർക്കാം, നാളെ രാവിലെ വിട്ടേക്കാം. നാളെ രാവിലെ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച 1 ദിവസം പിന്നെയും പോകും. അതുകൊണ്ട് അതൊക്കെ കളയണം. അത് കളഞ്ഞിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യണം? നല്ല കർമ്മപദ്ധതിയുമായി 1 ദിവസത്തെ നമുക്ക് എന്ത് ചെയ്യണം? വിഭാവനം ചെയ്യാൻ പറ്റണം. അല്ലാതെ ഈ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിച്ചാൽ ഒരാഴ്ച 1 മാസം ദുഃഖിച്ചുകൊണ്ടിരിക്കാം. എന്താ ഫലം? ഒന്നുമില്ല. എന്നല്ല, അടുത്തൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് രാജാവേ, സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് അങ്ങനെയും വിഷമിക്കരുത് എന്ന് വിതുരർ കുറേ ന്യായങ്ങൾ, ലൗകിക ന്യായം ഉദാഹരിച്ച് അദ്ദേഹത്തെ സമർത്ഥിക്കുകയാണ്. തീരുമാനങ്ങൾ പലവട്ടം ആലോചിച്ചതിന് ശേഷമേ എടുക്കാവൂ. ഒറ്റ പ്രാവശ്യം തീരുമാനിച്ചെടുക്കരുത്. ഇപ്രകാരം എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ സുഖപ്രദമാകും, ചിലപ്പോൾ ദുഃഖപ്രദമായും. സുഖത്താണ് കിട്ടുന്നതെങ്കിൽ മറക്കരുത്. ദുഃഖമാണ് കിട്ടുന്നതെങ്കിൽ അത് സഹിക്കാനുള്ള കരുത്തും. ആലോചിച്ച് തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കണം. ആലോചിച്ച് ചെയ്യാം, പലവട്ടം ആലോചിക്കാം. തീരുമാനം നടപ്പാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് സുഖിക്കാം, ചിലപ്പോൾ ദുഃഖിക്കാം. സുഖം വന്നാൽ ഞെളിയരുത്, ദുഃഖം വന്നാൽ അകപ്പെട്ടു പോകുകയും. ഇത് ജീവിതത്തെ നന്നാക്കാൻ ഓരോ മനുഷ്യനും പഠിക്കേണ്ടതാണ്. വിതുരർ രാജാവിന് കൊടുക്കുന്ന ഉപദേശമാണ്. അതുകൊണ്ട് കാമിക്കുന്ന എല്ലാ വിഷയങ്ങളും സാധിക്കണം എന്നില്ല.
നിത്യജീവിതം സുഗമമാക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ സഹായമായിട്ട് ഉപായം കണ്ടുപിടിക്കാൻ മനുഷ്യനെ പറ്റുമോ? ഓരോരോ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഉപായം ചിന്തിച്ച് കണ്ടെത്തണം. അങ്ങനെ ഏതൊക്കെ ഉപായം കൊണ്ട് ദ്വേ വിനിശ്ചിത്യ ത്രീൻ ചതുർവശേ ഗുരു പഞ്ചജിത്വ വിദിത്വ ഷഡ് സപ്തഹിത്വ സുഖീ ഭവ. മലയാളത്തിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒന്നുകൊണ്ടറിയണം, രണ്ടിടത്തു വരുത്തണം, അഞ്ചിനെ ജയിച്ചുള്ളിൽ ആറണി അറിഞ്ഞിട്ട് വഞ്ചനാദികളെല്ലാം അറിഞ്ഞു വഴി പോലെ ഏഴിനെ ഉപേക്ഷിച്ച് സൗഖ്യത്തെ ലഭിക്കണം എന്ന് വിദുരവശത്തിൽ എഴുത്തച്ഛൻ മലയാള ഭാഷയിലെ പരിഭാഷപ്പെടുത്തിയിരുന്നു. ഇതൊരു ശ്ലോകം. എഴുത്തച്ഛൻ ഈ തർജ്ജമ നമ്മൾ പലരും എന്താ ചെറുപ്പത്തിലൊക്കെ കേട്ടവർ. ഒന്നിനെ അറിയണം, രണ്ടിന്റെ ബലാബലം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ബുദ്ധി കൊണ്ട് കാര്യാകാര്യങ്ങളെ തിരിച്ചറിയണം. ഒന്നുകൊണ്ടതിന്റെ ബുദ്ധി കൊണ്ട്. ഒന്നുകൊണ്ട് അറിയണം, രണ്ടിന്റെ ബലാബലം കാര്യം അകാര്യം. അതാണ് രണ്ട്. കാര്യത്തിന്റെയും അകാര്യം. കാര്യം എന്ന് വെച്ചാൽ ചെയ്യേണ്ടത്, അകാര്യം ചെയ്യപ്പെടാണ്ടത് അല്ലെങ്കിൽ അരുതാത്തത്. അകാര്യം അതാണ്. കാര്യാകാര്യങ്ങളെ കുറിച്ച് ഒന്നുകൊണ്ട് അറിയണം. ഒന്ന് ഏതാണ്? ബുദ്ധി. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യവും ചെയ്യരുതാത്ത കാര്യവും തിരിച്ചറിയണം. ഒന്നുകൊണ്ടറിയണം, രണ്ടിന്റെ ബലാബലം. ഏകയാ ദ്വേ വിനിശ്ചിത്യ. ഇനിയും അവിടെ ത്രീൻ ചതുർഭർവശി ഗുരു. മൂന്നിന് നാലാൾ വശത്ത് വരുത്തണം. ചെയ്യേണ്ടതും ചെയ്താത്തതുമായ കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞാൽ സാമ ദാന ഭേദ ദണ്ഡം ഈ മൂന്ന് കൊണ്ട് മിത്രം ഉദാസീനൻ ശത്രു എന്ന മൂന്ന് പേരെ ജയിക്കും. സാമ ദാന ഭേദ ദണ്ഡങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാലുകൊണ്ട് മൂന്നിനെ വശത്ത് വരുത്തണം. മൂന്നാരാണ്? മിത്രം. ഒന്ന് സുഹൃത്ത്. സുഹൃത്തിനെ എന്ത് ചെയ്യണം? സാമദാന ഭേദ ദണ്ഡങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കയ്യിലേക്ക് ആക്കണം. സുഹൃത്തിനെ വിടരുത്. അയാളെ കൂടെ നിർത്തണം. ഒന്നുകിൽ നല്ല വാക്ക് പറയണം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കുറച്ച് കൊടുത്തിട്ട് അയാളെ എന്ത് ചെയ്യണം? നമ്മളെ വശത്താക്കണം. അല്ലെങ്കിൽ അയാളുമായിട്ട് ചെറിയ പിണക്കം ഉണ്ടാക്കാം. ഒന്നുമില്ലെങ്കിൽ അവസാനം രണ്ട് തല്ലു കൊടുക്കാം. എന്നിട്ട് സുഹൃത്തിനെ കൂടെ നിർത്താൻ ശ്രമിക്കും. ഇത് സൗഹൃദത്തെ സംരക്ഷിക്കാനുള്ള വഴിയാണ്. അതുപോലെ എന്താണ്? ഉദാസീനൻ, ഉഴപ്പന്മാരുണ്ട്. അവരെയും ഈ നാല് കൊണ്ട് വശത്താക്കണം. ഉഴപ്പന്മാർക്ക് ചിലർക്ക് എന്താണ്, എനിക്കൊന്നും കഴിയില്ല, അവരെ കുറച്ച് സാമോപദേശങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് പൊക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആവാതിയായി. ഇനിയും അല്ലെങ്കിൽ അയക്ക് കുറച്ച് കാശ് കൊടുക്കുമോ, ഇഷ്ടപ്പെട്ട മദ്യമാണെങ്കിൽ മദ്യം മേടിച്ച് കൊടുത്തിട്ടില്ല, അയാൾ സന്തോഷമാവും, അയാൾക്ക് നമുക്ക് കാര്യം. ഇതൊക്കെ ചെയ്ത് വിതുര എത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ ഉപദേശിച്ചത്. എത്ര ലൗകിക ന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. രാജാവ് ഇങ്ങനെ വേണം രാജ്യം ഭരിക്കാൻ എന്നല്ല, ഒരു മനുഷ്യ ജീവിതത്തെ നന്നാക്കാൻ. ഇനി അതും പറ്റുന്നെങ്കിൽ അയക്ക് എന്ത് ചെയ്യാം? ഒരു ദണ്ഡം കൊടുത്ത ഉദാസീനനെ എന്ത് ചെയ്യണം? കാര്യപ്രാപ്തിയുള്ളവനാക്കി മാറ്റണം. പിന്നെ ശത്രുവാണ്, ശത്രുവിനെ മിത്രമാക്കി മാറ്റണം. ആക്കി മാറ്റാൻ ശത്രുവിൻ്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞിട്ട് അത് കൊടുത്ത് അയാളെ വാങ്ങണം. ഇതൊക്കെയാണ് ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടത്? ഒരു രാജാവിന് ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ്. അതുകൊണ്ട് നാലുകൊണ്ട് മൂന്നിനെ വശത്ത് വരും. അഞ്ചിനെ ജയിച്ച് ഉള്ളിൽ ആറിനെ അറിഞ്ഞിട്ട് അങ്ങനെ ഈ മൂന്നിനെ നാല് കൊണ്ട് വശത്താക്കി കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. അഞ്ചിനെ ജയിക്കണം. അഞ്ചെന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ച് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. രാജാക്കന്മാർക്ക് വിധിച്ചിട്ടുള്ള 6 ധർമ്മങ്ങളുണ്ട്. സന്ധി, വിഗ്രഹം, ജ്ഞാനം, ആസനം, ദ്വൈതീഭാവം. ഇതിനെ ഷഡൂർമികൾ എന്ന് പറയുന്നത്. ഇത് വ്യക്തിച്ച് പറയുന്നത്, പക്ഷെ അത് ഞാൻ വാക്ക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ശത്രുക്കളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ വേണ്ടി വന്നാൽ സന്ധി ചെയ്യാം. സന്ധി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കൂടിച്ചേർന്ന് എന്തെങ്കിലും ഒരു വ്യവസ്ഥ വെച്ചിട്ട് അങ്ങനെ ആവാം. അത് പറ്റാത്തത് യുദ്ധം തന്നെ പ്രഖ്യാപിക്കണം. അതും പറ്റുന്നില്ലെങ്കിൽ ഒളിച്ചോടണം. യാനം,
അതാവാം. അല്ലെങ്കിൽ കടന്നാക്രമിച്ച് ആ രാജ്യം കൈക്കലാക്കും, ആസനം. അതുമല്ലെങ്കിൽ ദ്വൈതീഭാവം, ശത്രുക്കളെയൊക്കെ ഭിന്നിപ്പിച്ച് രണ്ടാക്കണം. ഒറ്റ പാർട്ടിയെ പിളർന്ന് 5, 8, 10 ആക്കിയേക്കണം. അപ്പൊ നമുക്ക് നിൽക്കാം. ഈ തന്ത്രം അന്നേ വിദുരൽ ഉപദേശിച്ചാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുക. എതിർകക്ഷികൾ, പ്രതിപക്ഷത്തുള്ളവരെ ഒറ്റയ്ക്ക് നിർത്തരുത്, അവരെ എന്ത് ചെയ്യണം? കഷ്ണങ്ങളാക്കണം. ABCD എന്നിങ്ങോട്ട് അങ്ങോട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് തിരിച്ചാൽ അവർ അടിപിടി കൂടി കൊണ്ടോടുന്നുള്ളൂ. നമുക്ക് വലിയ പ്രശ്നമില്ല, രാജ്യം പരിഹരിക്കുക. ഇതാണ് ദ്വൈതീഭാവം എന്ന പേരിൽ വിദുരർ അന്ന് ഉപയോഗിച്ചു. ഇതൊക്കെ രാജാക്കന്മാർക്ക് വേണ്ടി എന്നാൽ ചെയ്യാവുന്നതാണ്. അതുപോലെ അവസാനം ആശ്രയം, അടിയറ പറഞ്ഞ് എന്ത് ചെയ്യണം? ആശ്രയിക്കുന്നവരാണ്. ഈ 6 ഊർമികൾ രാജാക്കന്മാർക്ക് അനിവാര്യമാണ്. സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, ആശ്രയം. അതുകൂടാതെ എപ്പോൾ യുദ്ധം ചെയ്യണം എന്നുള്ളത് നിശ്ചയിക്കാനുള്ള കഴിവ് രാജാവിനുണ്ടാകണം. എപ്പോഴാണ് ഒളിച്ചോടേണ്ടതെന്ന കഴിവ് രാജാവിനുണ്ടാകണം. എപ്പോഴാണ് ഉറച്ചിരിക്കേണ്ടതെന്ന് അറിയണം. ശത്രുക്കളിൽ നിന്നും വിഭജിച്ച് നിർത്തേണ്ട ഏത് സന്ദർഭത്തിലാണെന്ന് അറിയണം. ബലമില്ലാതാകുമ്പോൾ ആണ് അത് ചെയ്യേണ്ടതെന്ന് അറിയണം. അല്ലേ? സ്വയം നിൽക്കാൻ കരുത്തില്ല വരുമ്പോഴാണ് ശത്രുക്കളെ ഭിന്നിപ്പിക്കുക. സ്വയം നിൽക്കാൻ കരുത്തുണ്ടെങ്കിൽ അതിനൊന്നും പോകണ്ട. അപ്പൊ ഇവിടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? മറ്റവർ. അപ്പൊ തങ്ങളുടെ ഒരു ദോഷം പരിഹരിക്കാനാണിത്. ഇത് പക്ഷെ നമ്മളത് അറിയാറില്ലെന്ന് മാത്രം. അതിനുവേണ്ടിയാണ് മറ്റവരെ ഭിന്നിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ 7 എന്ന് പറഞ്ഞ രാജാക്കന്മാരുടെ 10 വ്യസനങ്ങളാണ്. സ്ത്രീസേവ, ചൂതുകളി, നായാട്ട്, മദ്യപാനം, പരുഷവാക്ക്, പരുഷദണ്ഡം, അർത്ഥദൂഷണം എന്ന 7 വ്യസനങ്ങൾ വീക്ഷിക്കണം രാജാവ്. ഇത് സ്വീകരിച്ചു പോകരുത്. ഇങ്ങനെ ഏറ്റവും പ്രധാനമായ ബുദ്ധി ഉപയോഗിച്ച് ബലാബലങ്ങൾ, കാര്യാകാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാമദാന ഭേദദണ്ഡങ്ങൾ എന്ന 4 രാജധർമ്മങ്ങൾ മിത്രം, ഉദാസീനം, ശത്രു എന്നിവൽ അനുയോജ്യമായി പ്രയോഗിച്ച് അവരെ തൻ്റെ വശത്ത് നിർത്തി പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ഇന്ദ്രിയജിതനായി വേണ്ട 6 ഗുണങ്ങൾ അറിഞ്ഞു പാലിച്ചുകൊണ്ട് സപ്തവ്യസനങ്ങൾ ഉപേക്ഷിച്ച് സൗഖ്യത്തോടെ രാജ്യവിഭാജനം ചെയ്യണം. ഇതാണ് രാജധർമ്മം. വിവരം ഉപദേശിക്കുക. അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത് ആരാകുമായിരുന്നു? ആരും അവിടെ നിൽക്കുമായിരുന്നു. ലോകരാഷ്ട്രത്തിൻ്റെയും ഏറ്റവും എല്ലാവരെയും ഭരിക്കാനുള്ള കൽപ്പ് കിട്ടി. പക്ഷെ ചെറിയ ന്യായം പറഞ്ഞ് ഇവരെ എന്ത് ചെയ്തു? മാറ്റി. ഇപ്രകാരം ലൗകിക കാര്യങ്ങൾ വിവരിക്കുന്ന ഈ ഉപദേശത്തിൽ ആധ്യാത്മികമായ വിഷയങ്ങൾ അന്തർഭവിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ അതല്ല നേരിട്ട് പറയാം. ഒന്നെന്നത് ബുദ്ധി തന്നെയാണ്, അറിയാനുള്ള കഴിവാണ്, അതാണ് പ്രജ്ഞ, അതാണ് ജ്ഞാനം. ജീവാത്മാക്കളെയും പരമാത്മാക്കളെയും തിരിച്ചറിയണം. ശമതമാദികൾ കൊണ്ട് എന്ത് ചെയ്യണം? കാമ ക്രോധാദികളെ നിയന്ത്രിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ദാഹം, വിശപ്പ്, ശോകം, അമർഷം, മോഹം ഇതിനൊക്കെ ജയിക്കണം. ഷഡൂർമികളെ അറിഞ്ഞ് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി അതൊക്കെ സുഖം പ്രാപിപ്പിക്കണം. എന്നിങ്ങനെ ഭൗതിക ഭൗക്ഷവും ആത്മീയ ഭൗക്ഷവും രണ്ടും ഒരേ ശ്ലോകത്തിലുള്ള വിധം. രാജാവിന്റെ ചോദ്യവും ആത്മശ്രേയത്തിനും ധർമ്മത്തിനും പറ്റുന്ന വഴി പറയാൻ. 2 പറഞ്ഞു. ഒരു ശ്ലോകത്തിലൂടെ 2 പറഞ്ഞു. മക്കളെ നേർവഴിക്ക് നയിക്കേണ്ടത് പിതാവിൻ്റെ കർത്തവ്യമാണ്. അതെപ്പോഴും ഓർത്തിട്ട് അത് ചെറുപ്പം വരെ എന്ത് ചെയ്യണം? ആലോചിച്ചിട്ട് പ്രവർത്തിക്കും. ദുശീലയായ പശുവിനെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് കറന്നെടുക്കുന്നത് പോലെയാണ്. എൻ്റെ പശുവാണ്, പക്ഷെ ആ പശുവിനെ ഒന്ന് കറക്കണമെങ്കിൽ അതിൻ്റെ കാല് കെട്ടണം, ഒരാൾ പിടിക്കണം, ഒരാൾ മുഖത്ത് ചൊറിഞ്ഞു കൊടുക്കണം. എനിക്കായിരുന്നു പണ്ട് പശുവിനെ കറന്നുണ്ട്. ദുശീലയാണ് ഈ പശു. ഒന്നാ പശുവിനെ എന്ത് ചെയ്യത്തില്ല? വീക്ഷിക്കില്ല. അതിൻ്റെ ശീലത്തിനനുസരിച്ച് നിന്നുകൊണ്ട് അതിനെ കറന്നെടുക്കും. ഇതുപോലെയാണ് പിതാവ് മക്കൾ. ദുശീലക്കാരനാണ് മക്കൾ എന്ന് വന്നാൽ പോലും അവനെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കാതെ ജീവിതം അനായാസമായി മുമ്പോട്ട് പോകാൻ കഴിവുള്ളവരാണ്. പക്ഷെ ചീത്ത വഴിയിലേക്കാണ് പോയത്. ആ കഴിവ് നല്ല വഴിയിലേക്ക് തിരിച്ചെടുത്തു. അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞ ഇതാണ്. ദുശീലയായ പശുവിനെ കറക്കുന്ന കറവക്കാരൻ. അതിന് വേണ്ടെന്ന് നോക്കരുത്. എന്തെന്ന് ഉപായങ്ങൾ കണ്ടുപിടിക്കും. കാലുകെട്ടും, അവിടെ അല്പസമയം കറന്നിട്ട് കാത്തിരിക്കും,
പിന്നെ ഈ പശുവിന് കുടിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ തിന്നാൻ കൊടുക്കും, പശുവിൻ്റെ മുഖം ചൊറിഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ പശുവിൽ നിന്ന് പാല് കറന്നെടുക്കുന്നത്. അങ്ങേക്ക് സംഭവിച്ച ഒരു പോരായ്മ ഇത് തന്നെ. ദുശ്ശീലയായ മകനെ ശരിക്കും വളർത്തണം. അവന്റെ ആ ദുശ്ശീലത്തെ ദുഷ്ടവഴിയിലൂടെ കടന്നു. അതുകൊണ്ട് ദുർജന സംസർഗം ഒഴിവാക്കുക എന്നാണ് അതിനുള്ള ഒന്നാമത്തെ വഴി. രഥം ശരീരം പുരുഷസ്യ രാജൻ ആത്മാവിയന്ത ഇന്ദ്രിയാണ്യസ്യ അശ്വാ തൈഹി അപ്രമത്ത കുശലഫദ അശ്വേ ദാന്തേ സുഖം രഥീവ ധീര. നല്ല സുന്ദര ശ്ലോകങ്ങളാണ് ഇതൊക്കെ. പിതൃപദേശങ്ങൾ ഒരിക്കലും ഇതെങ്ങും പഠിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്യണം, വാസ്തവത്തിൽ പഠിച്ചു പോകണം കുട്ടികൾ. അപ്പോഴേ എന്താണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഉപദേശത്തിന്റെ സമ്പത്ത് എന്ന് അറിയാൻ പറ്റുള്ളൂ. പുരുഷന്റെ ശരീരം ആത്മാവിന്ദ്രിയങ്ങൾ എന്ന കുതിരകളെ കുശലനായ ബുദ്ധി എന്ന ഭാരതി നിയന്ത്രിച്ച് രഥം ലക്ഷ്യത്തിലേക്ക്. ബുദ്ധിയാകുന്ന ഡ്രൈവറുടെ സാരഥിത്വമാണ് ഈ ശരീരമാകുന്ന രഥം നേരെ. ബുദ്ധി പിഴച്ചതാണെങ്കിലോ ഈ ശരീരമാകുന്ന രഥം അല്ല കുടിക്കും വഴി. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നല്ല ബുദ്ധിസമർത്ഥനാണെങ്കിൽ കൃത്യമായിട്ട് നേർവഴിയിൽ വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ അത് വിട്ടുപോകും. ഇവിടെ എന്താണ്, കുതിരകളാണ്, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ. അതിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് തോന്നിയ വഴിക്ക് പോകും. തോന്നിയ വഴിക്ക് പോയാൽ രഥം എവിടെയും ചെയ്ത. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ ഇന്ദ്രിയ നിയന്ത്രണം വേണം. ശരീരമാകുന്ന തേരിലേറിയുള്ള ഒരു ജീവിതയാത്ര, സത്യവും ഹിതവുമായ കാര്യങ്ങൾ പറയണം, പ്രവർത്തിക്കണം. ഇന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് ധർമ്മത്തെ പരിപാലിക്കണം. ഇതാണ് ഈശ്വര വിശ്വാസത്തോടുകൂടി ഉറച്ചുകൊണ്ട് ഈ ശരീരമാകുന്ന രഥയാത്ര കൊണ്ടുപോകുന്ന പോലെ അല്ല ഈശ്വരൻ നമ്മെ നടത്തുന്നത്. ഈശ്വരൻ ഉള്ളിലിരുന്നു കൊണ്ട് മാർഗം തെളിയിക്കുകയാണ്. പശുവിനെ തെളിയിക്കുന്ന വടിയുമായിട്ട് പുറത്തു നിന്ന് എന്ന് അതിനെ അടിച്ചു ഓടിക്കുകയാണ്. ഇതല്ല, ഈശ്വരൻ അകത്താണ്, പുറത്തല്ല. അകത്ത് നിന്നുകൊണ്ട് അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ അരുതെന്ന് തിരിച്ചടിയനെ കാട്ടി തിരുവോലെ അകത്ത് നിന്നുകൊണ്ട് അതാത് ചുവടുകൾ കാണിച്ചു തരുന്നതാണ് ഈശ്വരൻ. അതുകൊണ്ട് ധർമ്മിഷ്ഠനായ ഒരാൾ വേദങ്ങളും ആചാരങ്ങളും ഒക്കെ രക്ഷിക്കും. ധർമ്മമാർഗത്തെ ഉപേക്ഷിക്കുന്നവരാകട്ടെ അത് നശിപ്പിക്കും. അതുകൊണ്ട് രാജാവിന്റെ സത്വദോഷങ്ങൾ നാശത്തിന് കാരണമാണ്. മദ്യപാനം, കലഹം, ഭാര്യാപത്രന്മാർ ഭേദബുദ്ധി, രാജവിദ്വേഷം, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വാദപ്രതിവാദം, ഇതെല്ലാം മൂഢലക്ഷണമാണ്. അവയൊക്കെ രാജാവ്. വൃദ്ധന്മാരില്ലാത്ത ഒരു സഭയല്ല. അടുത്ത ഉപദേശമാണ്. വീട്ടിലായാലും ഗ്രാമത്തിലായാലും രാജ്യത്തിലായാലും വൃദ്ധന്മാരുടെ സാന്നിധ്യം അനിവാര്യമാണ്. വൃദ്ധന്മാർ 4 വിധം: വയോവൃദ്ധൻ, ധർമ്മവൃദ്ധൻ, ജ്ഞാനവൃദ്ധൻ, വൈരാഗ്യവൃദ്ധൻ. വയോവൃദ്ധൻ വെറും വയസ്സുകൊണ്ട് പ്രായമാവും, അത്ര. ധർമ്മവൃദ്ധൻ ധർമാനുഷ്ഠാനത്തിൽ വൃദ്ധനാണ്, അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവൃദ്ധൻ അറിവിൽ ഏറ്റവും വലിയ വൃദ്ധനാണ്, പക്ഷെ ചെറുപ്പക്കാരനായി. 18 വയസ്സ് കാണും, പക്ഷെ ജ്ഞാനവൃദ്ധനാണ്. ജ്ഞാനത്തിൽ വിരക്തിയിൽ എന്താണ് വർധനം ഉണ്ടാവാം. ഈ 4 വിധത്തിലുള്ള വൃദ്ധന്മാര് നമ്മുടെ കൂടെ ഉണ്ടാവണം. അവരെ ഉപേക്ഷിക്കരുത്. വൃദ്ധന്മാരെ ഒരിക്കലും ഉപേക്ഷിക്കും. അവരെ കൂടെ നിർത്തിക്കൊണ്ട് വേണം. ഈ 4 വിധത്തിലുള്ള വൃദ്ധന്മാർ നമുക്ക് വേണം. അതുകൊണ്ട് സത്യം അനാദരിക്കപ്പെടുന്ന സ്ഥലത്ത് ധർമ്മം നിലനിൽക്കില്ല. സത്യം എവിടെ ആദരിക്കുന്നോ അവിടെ ധർമ്മം ഉണ്ടാകും. കൃത്രിമമായ ഒരാവരണവും ഇല്ലെങ്കിൽ മാത്രമേ ധർമ്മം നിലനിൽക്കൂ. കൈതവമായ ധർമ്മം നിലനിൽക്കില്ല. ഭാഗവതം പറയും, ധർമ്മ പ്രോക്ഷിത കൈതവോത്ര പരമോ. കള്ളത്തരം ഉപേക്ഷിച്ച ധർമ്മം മാത്രമേ നിലനിൽക്കുള്ളൂ, ബാക്കിയൊക്കെ പോകുന്നു. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിത്യേന പത്രവാർത്തയിൽ കൂടി കള്ളത്തരം കാണിക്കുന്ന ധർമ്മം നിലനിൽക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിഞ്ഞും പുറത്തു വരും, ഉറപ്പാണ്. അതുകൊണ്ട് പാപകീർത്തിയല്ല പുണ്യകീർത്തിയാണ് നമുക്ക് വേണ്ടത്.
പാപം കൊണ്ടുള്ള കീർത്തിയല്ല ഇന്ന് വേണ്ടത്. ഇന്നിപ്പോ അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എല്ലാം ദുഷ്കർമ്മങ്ങൾ കൊണ്ട് കീർത്തി ഉണ്ടാകുക അതല്ല വേണ്ടത്, ഫൽക്കർമ്മം കൊണ്ടാണ്. അധർമ്മത്താൽ നേടിയ സമ്പത്തുകൾ നശ്വരമാണ്. അത് നമ്മുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുകയുള്ളൂ. ഉത്തമ കർമ്മങ്ങളും ധർമ്മങ്ങളും യശസ്സിന് മാറ്റുകൂട്ടും. അതാണ് സുഖന്ധൻ. ദുര്യോധൻ, ദുശാസൻ, ശകുനി, കർണൻ ഇവരിൽ അങ്ങ് നിക്ഷേപിക്കുന്ന ഐശ്വര്യം എങ്ങനെ തന്നെയാണ് ധനിക്കുന്നത്? ദുഷ്ടന്മാരുടെ ഐശ്വര്യത്തെ നിക്ഷേപിക്കും. ദുര്യോധനൻ, ദുശാസനൻ, ശകുനി, കർണൻ ഈ 4 പേരാണ് ദുര്യോധന്റെ ഉപദേഷ്ടാക്കൾ. 3 പേരാണ് ദുശാസനും ശകുനിയും കർണൻ. ഇനി ദുര്യോധനൻ അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന പുത്രനുമല്ല. അങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം? യജേദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത്, ഗ്രാമം ജനപഥസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥ്വീം ത്യജേത്. കുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിന് വിഘ്നം നിൽക്കുന്ന ഒരു വ്യക്തിയെ ആരാണെങ്കിലും ഉപേക്ഷിക്കണം. മകനാണെങ്കിലും ഭാര്യയായാലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണ്. അവർ കുലത്തിന്റെ മഹിമയ്ക്ക് കളങ്കം വരുന്നവരാണ്, അവരെ ഉപേക്ഷിക്കണം. ത്യജേദേകം കുലസ്യാർത്ഥേ. കുലത്തിന് വേണ്ടി ഒരാളെ ഉപേക്ഷിക്കാം. ജനപഥത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തെ ഉപേക്ഷിക്കും. തനിക്ക് വേണ്ടി ഭൂമിയെ തന്നെ ചെയ്യാം ഉപേക്ഷിക്കും. അതുകൊണ്ട് പുത്രന്മാരെ ഉപേക്ഷിക്കുന്ന തെറ്റല്ല എന്ന് എന്റെ 60ഓളം ശ്ലോകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ദുഷ്ടനായ പുത്രനെ സംരക്ഷിക്കണമെന്ന് പശുവിന്റെ കഥ പറഞ്ഞു. ഇനിയും പറ്റുന്നില്ല എന്ന് കണ്ടാൽ കുലനന്മയ്ക്ക് വേണ്ടി ഒരു പുത്രനെ എന്ത് ചെയ്യാം? ഒരു വിരോധമില്ല. അങ്ങനെ വന്നാൽ ദുര്യോധനെയും ദുശാസനെയും ശകുനിയെയും കർണനെയും ഉപേക്ഷിക്കും. ഇവര് 4 പേരും കുലത്തിന് മഹിമ ഉണ്ടാക്കുന്നവരല്ല, ദൂഷ്യം ഉണ്ടാക്കും. ഒരു രാത്രി മുഴുവൻ നിന്ന് സ്വന്തം ജ്യേഷ്ഠനോട് ഉപദേശിച്ചു കിട്ടുകയാണ്. ഇവരിലും ഫലവത്താകാനാണോ ആകണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ പുത്രന്മാരെ ഉപേക്ഷിക്കുന്ന തെറ്റല്ല. തനിക്ക് ഹാനികരമായി ഇതിനെ ത്യജിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. നല്ല വാക്കുകൾ ഉച്ചരിക്കുന്നതാണ് പണ്ഡിത ലക്ഷണം. അതുകൊണ്ട് ശ്രേയസ് ഉണ്ടാക്കുന്ന ചീത്ത വാക്കുകൾ തീഷ്ണങ്ങളാണെങ്കിൽ പോലും സ്വീകരിക്കും. വാഗ്ഭൂഷണം ഭൂഷണം എന്ന് ഭർത്തൃഹരി പറയും. ഒരാളുടെ ഏറ്റവും വലിയ ആഭരണം വാക്കാണ്. കേയൂരാണി ന ഭൂഷയന്തി പുരുഷം ഭാരാ ന ചന്ദ്രോജ്വല ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാമൂർധജ വാണ്യേകാ സമലങ്കയോതി പുരുഷം യാ സംസ്കൃതാധ്യായത്തെ യന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം. നല്ല ഷർട്ട് ഇട്ടാലോ, നന്നായിട്ട് ഷേവ് ചെയ്ത് മീശ നന്നാക്കി വെച്ചാലോ, മീശ കറുപ്പിച്ചാലോ, കാതിൽ കടുക്കനിട്ടാലോ, സ്വർണ്ണമാല ഇട്ടാലോ, അരഞ്ഞാണം ഇട്ടാലോ, 10 പേരിൽ മോതിരമിട്ടാലോ, മുടി എത്രയൊക്കെ ഫാഷനബിളായിട്ട് ചീകി വെച്ചാലോ ഒരാൾക്ക് സംസ്കാരം ഉണ്ടാവില്ല. അയാളെ അണിയിക്കുന്നത് വാഗ്ഭൂഷണമാണ്. അയാളുടെ വായിൽ നിന്ന് ചീത്ത വാക്കാണ് പുറത്തേക്ക് വരുന്നെങ്കിൽ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ വായിൽ നിന്ന് നല്ല വാക്കാണ് വരുന്നത്. വാഗ്ഭൂഷണമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഭൂഷണം. അതുകൊണ്ട് അവന്റെ വാക്കുകളാണ് മഹാകുല പ്രസൂതന്മാരായ സജ്ജനങ്ങൾ നല്ല വാക്കുകൾ സന്തോഷിക്കും. സ്വാധ്യായം, യജ്ഞം, പുണ്യകർമ്മം, അവർ ഗാർഹസ്ഥ്യം, അന്നദാനം ഇവ അനുഷ്ഠിക്കുന്നവർ മഹാകുലത്തിൽ ജനിച്ചവരാണ്, മഹാകുല പ്രസൂതികളാണ്. മനോനിയന്ത്രണത്തിന് തപസ് അനിവാര്യം. അങ്ങേക്ക് നഷ്ടപ്പെട്ടത് തപസ്സാണ്. ഒരു നിമിഷം പോലും അങ്ങേക്ക് തപസ് ചെയ്യാൻ പറ്റില്ല. പാരമ്പര്യവും സംസ്കാരവും നന്നായിരിക്കണം എന്നിങ്ങനെ വിതുരരുടെ ധർമ്മോപദേശങ്ങൾ തുടർന്ന് നീണ്ടുപോകുന്നു. വിതുരോപദേശങ്ങൾ നിത്യജീവിതത്തിൽ ഏറെ ഉപയോഗപ്രദവും എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് തോന്നുന്നു. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് വിതുരോപദേശം നിർത്തുക. അത് നമുക്ക് എത്ര വേണമെങ്കിൽ നീട്ടാം, എത്ര വേണമെങ്കിൽ ചിരിക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതാണ്. ഞാൻ ഒരു കലത്തിലെ ചോറ് വെന്തോ നോക്കാൻ ഒരു വട്ടെടുത്ത് ഞെക്കി നോക്കിയാൽ വെന്തെങ്കിൽ അരി വാർക്കാം. ഓരോ ചോറും എടുത്ത് ഞെക്കി നോക്കി ഒന്ന് വെന്തോ നോക്കിയാൽ അതിന് അതുപോലെയാണ്. ഒരെണ്ണം എടുത്ത് കാണിക്കാം, ഇതുപോലെയാണ് ബാക്കിയില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഇനിയും തുടർന്ന് വരുന്ന കഥാസന്ദർഭത്തില് യുദ്ധത്തിനുള്ള സഹായാഭ്യർത്ഥനമായി ദുര്യോധനും അർജുനനും ശ്രീകൃഷ്ണനെ സന്ദർശിക്കുന്നു. തന്റെ സൈന്യങ്ങൾ ദുര്യോധനും നിരായുധനായ താൻ പാണ്ഡവപക്ഷത്വം എന്ന ധാരണയിൽ കൃഷ്ണൻ അവരെ തൃപ്തരാക്കി നടക്കുകയായി. അതോടുകൂടി ഏതാണ്ട് ഉദ്യോഗപർവത്തിന്റെ സമാപ്തിയിലെത്തും.
ആ കഥയും നമുക്കറിയാം. അർജുനനും ദുര്യോധനും കാക്കലും തർക്കലൊക്കെ വന്നിട്ട് അപേക്ഷിച്ച കഥയും. ഇനിയും വേറൊരു ഉപദേശം ആരംഭിക്കാം. ഫനൽ ഫുജാതീയം എന്നാണ് അതിന്റെ പേര്. അത് മഹാഭാരതത്തിലെ ഗീതയ്ക്കൊപ്പം നിൽക്കുന്ന സുന്ദരമായൊരു ഉപദേശം. അതായത് വിദുരോപദേശത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. തൻ്റെ ഉപദേശങ്ങളൊന്നും ഈ ധൃതരാഷ്ട്രക്ക് ഉദ്ദേശിച്ച വിധത്തിൽ മാറ്റമുണ്ടായില്ലായിരുന്നു. തൻ്റെ ഉപദേശങ്ങൾ ഫലമായില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വിദുരർക്ക് ബോധ്യമായി. അതേ തുടർന്ന് വിദുരർ പനകാദികളായ ഋഷിമാരിൽ ഒരാളായ സനൽകുമാരനെ ക്ഷണിച്ചു വരും. കാരണം തൻ്റെ ഉപദേശങ്ങളൊക്കെ ജ്യേഷ്ഠൻ കേട്ടു എന്ന് മനസ്സിലായി. ഒന്നും ഉള്ളിൽ ഏശിയിട്ടില്ല, ഒരു പുലുപ്പവും ഇല്ല. അത് കണ്ടാൽ തന്നെ അറിയാം. നമുക്കറിയാം, മക്കളെയൊക്കെ ഉപദേശിച്ച് കഴിയുമ്പോൾ പിന്നെ കേട്ടിട്ടുണ്ടോ, അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. ഒന്നും കേട്ടിട്ടില്ല, നമുക്കപ്പം തന്നെ അറിയാം. ഇതുപോലെ മനസ്സിലായി. നീ എന്താ ചെയ്യട്ടെ? അപ്പോഴാണ് കനകാദികൾ വെച്ച് ഫനൽകുമാര മഹർഷിയെ ക്ഷണിച്ചു വരുത്തിയിട്ട് ആ മഹാരാജന് വേണ്ട ഉപദേശം കൊടുക്കാൻ ഫനൽകുമാരൻ ആക്ഷേപിക്കും. ആ അവസരത്തിൽ ഫനൽ ഫുജാതൻ എന്ന ഋഷി അവിടെ ധൃതരാഷ്ട്രക്ക് നീണ്ട ഉപദേശം കൊടുക്കും. മഹാഭാരതത്തിലെ 5 അധ്യായങ്ങളിൽ 200ഓളം ശ്ലോകം അടങ്ങിയതാണ് ഫനൽ ഫുജാതീയം. നമുക്കത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചു എന്ന് കൃത്യമായി. ഇനി നീട്ടിക്കൊണ്ടുപോയില്ല. ഈ ഫനൽ ഫുജാതീയവും കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്ന് പരിചയപ്പെടുത്താം. എന്ന് അത് കഴിഞ്ഞ് ഗീതയുണ്ട്, ഭഗവത്ഗീതയുണ്ട്. അങ്ങനെ പെട്ടെന്ന് മഹാഭാരതം ഓടിച്ച് കഥ പറഞ്ഞു വിടാം. പക്ഷെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയുണ്ട് മഹാഭാരതം അറിഞ്ഞിരിക്കാൻ പാകത്തിന് വേണമല്ലോ എന്ന് വിചാരിച്ചു പോകുന്നതാണ്. നമ്മുടെ സമയം ഇത്തിരി അപഹരിച്ചാൽ വേണ്ടില്ല. ഇങ്ങനെ ഒരു ചുരുക്കമായി മറ്റു കൂടി ഇങ്ങനെ പോയ പോരെ, കുഴപ്പമില്ലല്ലോ. ഇന്ന് നമുക്ക് ഇവിടെ ദിവസം വരിക ജാതീയം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. അതിൻ്റെ അകത്ത് ഇതുപോലെ ഞാൻ ഫണ്ടമെന്റൽസ് ആയ ചില ഇത് മാത്രമേ പറയുള്ളൂ, ഡീറ്റെയിലേക്ക് പോയില്ല. നമുക്ക് പിന്നെ ഇരിക്കണം. അപ്പൊ ഇന്ന് നമുക്ക് പ്രസംസിക്കാം അല്ലേ? ഇങ്ങനെ പോയ പോരെ. അതെ അതെ, വളരെ സന്തോഷം നിഷാന്ത് സാർ. ഇന്ന് വളരെ രസകരമായ ഒരു ക്ലാസ് ആയിരുന്നു. മുഴുവൻ ക്ലാസ്സിന് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനകത്ത് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഈ ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉണ്ടായിരുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാരമ്പര്യവും കാര്യങ്ങളൊക്കെ അവരും അറിഞ്ഞിരുന്നു എന്നുള്ളതാണോ അതിനർത്ഥം? അല്ല, ബ്രിട്ടീഷുകാരുടെ കാലം മുതലല്ല, ഈ പാണ്ഡവരുടെ കാലം മുതലേ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ അത് ഫോളോ ചെയ്തു എന്നുള്ളതാണോ? ദ്വൈതീഭാവം എന്ന് പറയുന്നത് അല്ല, ആദ്യത്തെ 3 പരാജയപ്പെട്ടാലാണ് ഇതിലേക്ക് പോകേണ്ടത്. ആദ്യത്തെ 3 പറയുമ്പോൾ വിഗ്രഹം, ജ്ഞാനം, ആസനം, ഇത് 3 പരാജയപ്പെട്ടാൽ പിന്നെ ദ്വൈതീഭാവം. ആദ്യം അതിലേക്കല്ല. അതുകൊണ്ട് ഇത് 3 പരീക്ഷിച്ച് പറ്റുന്നതിൽ അടുത്തതിലേക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെയാണ് ദ്വൈതീഭാവം പറഞ്ഞത്. അതെ അതെ, അതിപ്പോ നമ്മുടെ അപൂർവമായിട്ടേ വേണ്ടി വന്നിട്ടുള്ളൂ. നമുക്ക് വേണ്ടി വന്നില്ല. വേണ്ടി വന്നാൽ വിളിക്കാം. നമ്മുടെ ബഹുമാന്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹം അനുവർത്തിക്കുന്ന ഒരു നയം, ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന, അത് വലിയൊരു ചർച്ചയായിരിക്കാം. 2-3-4-5 വർഷം കൊണ്ട് എത്രയൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് കൂടി അവിടുന്ന് എണ്ണ വാങ്ങുന്നു. അത് നമ്മുടെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ചാണക്യ രീതിയെന്നോ അല്ലെങ്കിൽ ഈ ഇതിൽ നിന്നൊക്കെ കടംകൊണ്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിനെ അതിൽ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ, അതായത് മറ്റൊരു ശക്തി നമ്മളെക്കാൾ മഹത്തായിട്ട് വന്നാൽ അവരുമായിട്ട് ഏതെങ്കിലും സന്ധിയില്ല. ഈ സന്ധി എക്കാലവും നിൽക്കണമെന്നില്ല. ഇപ്പോഴത്തേക്ക് നമുക്ക് നിലനിൽപ്പിനുള്ള വിഷയമാണ് ഈ സന്ധി. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവരോട് എന്ത് ചെയ്ത് തൽക്കാലത്തേക്ക് ഒരു സന്ധി ഉണ്ടാക്കി. ആ സന്ധിയുടെ പരിണത ഫലമാണ് നടക്കുന്നതൊക്കെ. പക്ഷെ നമ്മളിത് അറിയുന്നില്ല എന്ന് മാത്രം. സന്ധി വിഗ്രഹം, സന്ധി പരാജയപ്പെട്ടാലേ യുദ്ധത്തിലോട്ട് പോകാവും. യുദ്ധം പരാജയപ്പെട്ടെങ്കിലേ ഒളിച്ചുകൊള്ളാവും. അതുമല്ലെങ്കിൽ അദ്ദേഹം അത് അനൗൺസ് ചെയ്തെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ പറഞ്ഞ അഭിപ്രായം അനൗൺസ് ചെയ്ത് ഇദ്ദേഹം ഉള്ള സമയത്തല്ലേ ഉള്ളൂ. പുള്ളി മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അത് വരത്തേക്ക് അവരെ കൈക്കലാക്കാൻ സന്ധി മാത്രമേ പറ്റുള്ളൂ. സന്ധി ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ഇതാണത്. വാസ്തവത്തിൽ വിദുരോപദേശം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ രാജ്യഭരണത്തിന്റെ ശരിയായ വഴി മുഴുവൻ നമുക്ക് കിട്ടും. അല്ല സാർ, രാജ്യഭരണത്തിന്റെ മാത്രമല്ല, നമ്മുടെ ഇൻഡിവിജ്വൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന, അനുഷ്ഠിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ അല്ലെ, അത് അതിലേക്ക് വരുന്നില്ല. ഇതൊക്കെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രതിഫലനം തന്നെയാണ്. മഹത്വത്തിന് കാരണം തന്നെയാണ്. അതെ അതെ അതെ. ഉണ്ണികൃഷ്ണൻ സാർ അങ്ങെന്തോ പറയാൻ വന്നു.
ജയശങ്കര ആ. സാറേ, ആ വിദ്രോപദേശത്തിന്റെ ചില പോയിന്റ്സ് ഒന്ന് എഴുതണം എന്നുണ്ടായിരുന്നു. അത് ആ ചില സമയത്ത് അത് കേൾക്കുമ്പോ കേട്ടോണ്ടിരുന്നു പോയി, എഴുതാൻ പറ്റുന്നില്ല. കേട്ടോണ്ട് കുറച്ച് വിട്ടിട്ട് സാരമില്ല, റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് കേൾക്കാം. ചെയ്യുന്നുണ്ട്, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കേട്ട് അപ്പൊ എനിക്ക് അതിനകത്തൊരു അല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. വിദ്രോപദേശത്തില് ഉം. കഠോപനിഷത്തിന്റെ ഒരു ഭാഗം കേറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആത്മാനം രഥനം ആത്മാനം വിത്തി രഥനം വിത്തി ശരീരം അതെ. രഥമേവതു അതന്നെ അതെ. ബുദ്ധിം തു സാരഥിം വിത്തി മനഃപ്രഗ്രഹമേവച. അത് തന്നെയുണ്ട്. അത് തന്നെ ആശയം അതുപോലെ എടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തിരിക്കുന്നു. അത് ഗീതയിലുണ്ട്. അത് അതെ അതെ. ഗീതയിൽ കഠോപനിഷത്ത് ഒരുപാട് കേറിയിട്ടുണ്ട്. ഒരുപാട്. അതെ. നമുക്ക് ഗീത പഠിക്കാൻ വരുന്ന നമുക്കറിയാം, നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഗീതയിലേക്കൂടെ പോകുന്നത്. ഗീത എന്ന് ചുരുക്കി അങ്ങ് കഠോപനിഷത്ത് എടുത്തെങ്കിലും എലാബറേറ്റ് ആയിട്ട് എടുത്തിരുന്നില്ലല്ലോ. എലാബറേറ്റ് ആയിട്ടൊന്ന് എടുക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും. അത് നമുക്ക് തീർന്നിട്ട് സമയം കിട്ടുകയാണെങ്കിൽ 10 നിമിഷത്തെ ഒന്ന് വിസ്തരിച്ച് പഠിക്കാം. അല്ല, ഇത് മാത്രം കഠോപനിഷത്തിനെ ഒന്നുകൂടെ എടുക്കണമെന്നൊരു കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെന്താ, കാരണം അതിലെ ചില ഭാഗങ്ങള് ആ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗം വളരെ നന്ദി സാറേ, വളരെ നന്ദി. അതുകൊണ്ട് ഈ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാറേ പറയുകയുണ്ടായി, അങ്ങയുടെ ഈ ക്ലാസ് ഒക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അനുഗ്രഹം എന്നേ പറയാനുള്ളൂ. ഇത് പലരും ഉപയോഗിക്കാത്തതില് അവരോട് ദേഷ്യമുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ലോസ് ടു ദം. ശരിയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. ശ്രീമതി സതീദേവി എന്തോ പറയാൻ വരുന്നുണ്ട്. സതി ചേച്ചി പറഞ്ഞോളൂ. ഇല്ല, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ക്ലാസ് കേൾക്കാൻ പറ്റിയതിൽ വളരെ ഭാഗ്യമുണ്ടെന്നൊരു എന്തോ പൂർവജന്മ പുണ്യം എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സാറിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയതെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും ക്ലാസ് മിസ്സാവാതെ കേൾക്കുന്ന ഒരാളുമാണ്. തിരിച്ചു പറയാനറിയില്ല, പക്ഷെ എനിക്കത് ക്ലാസ് വളരെ ഇഷ്ടമാണ് സാറിന്റെ. എന്തോ മഹാഭാഗ്യമായിട്ടും ഞാൻ കരുതുന്നു. അദ്ദേഹം എഴുതിയ സനാതന സുധ എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ കഴിഞ്ഞ 48 സെഷൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ആ പുസ്തകം വാങ്ങാവുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ശ്ലോകം എല്ലാം ഉണ്ട്, എഴുതിയെടുക്കുകയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. ആ പുസ്തകം ഒന്ന് കയ്യിലിരുന്നാൽ നന്നായിരിക്കും. എനിക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞു കേൾക്കുന്നതാണ് എനിക്ക് കൂടുതൽ യൂട്യൂബിൽ ഇടുവോന്ന് ചോദിച്ചത്. എനിക്കത് വീണ്ടും ഒരാൾ പറഞ്ഞു കേൾക്കുന്നതിനോടാണ്, വായിച്ച് സാറിന്റെ നേരിട്ട് കേൾക്കുമ്പോ വളരെ ഇഷ്ടമാവുന്നുണ്ട്. താങ്ക് യു, വളരെ സന്തോഷം. വളരെ സന്തോഷം. വേറെ ആർക്കെങ്കിലും? നമസ്തേ ചേട്ടാ. അപ്പൊ ചേട്ടന്റെ ഈ സനാതന സുധ വായിച്ചിട്ട് കേൾക്കുക, അല്ലെ ഇത് കേട്ടിട്ട് സനാതനത വായിക്കുക, അതൊരു സംശയം ഉണ്ടാവും. അപ്പൊ ചോദിക്കാനും എനിക്ക് തോന്നി, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറാണ്. അപ്പൊ എത്ര തിരക്കാലം ഓടി വന്ന് ഏട്ടനെ ക്ലാസ്സിൽ കേൾക്കുമ്പോ എന്താ ഒരു ഭയങ്കര ചൂടത്തൊരു കുളിർമഴ പെയ്ത മാതിരിയാണ്. സന്തോഷമായി, കുഴപ്പമില്ല. എന്തായാലും വളരെ സന്തോഷം. എന്നെല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നമ്മൾ ഇന്ന് അത് അവസാനിക്കുന്ന മുമ്പായിട്ട് ചെറിയൊരു സൂചന എല്ലാവർക്കും നൽകുകയാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് വിദുരോപദേശം അല്ലേ? ആ വിദുരർ എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യേകിച്ച് എന്താണ് പറയുന്നത്? അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനാണ്. വിദുഹരീയത്തെ എന്നാണ്. വിദു എന്ന് വെച്ചാൽ അറിഞ്ഞത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവനാണ് വിദുരർ. മഹാദേവ നമഃശിവായ. അല്ല, ഞാൻ വേറൊന്നുമല്ല, അങ്ങേപ്പോലുള്ള സമുദ്രത്തിൽ ഇറങ്ങിയാല് നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലും കിട്ടുമല്ലോ. അപ്പൊ പറഞ്ഞില്ല, പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങേപ്പോലെ ഒരു സംസ്കൃത പണ്ഡിതൻ, അത് മാത്രമല്ല ഒരു ജ്ഞാനി, അത് മാത്രമല്ല എന്താ പറയാ, എല്ലാവർക്കും എല്ലാം പകർന്നു കൊടുക്കാൻ എപ്പോഴും താല്പര്യമുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വിദുര എന്ന വാക്കിന് ഇതുവരെ എനിക്ക് വിദുര വാക്കിന് അർത്ഥം അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയാമായിരുന്നു, ഒരു ഭാഗവതത്തിലോ മഹാഭാരതത്തിലോ ഒന്നും ഒരു വാക്ക് പോലും അർത്ഥമില്ലാത്തതായിട്ടില്ല എന്ന്.
ആയിക്കോട്ടെ. വളരെ ഇനിയും കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും വാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ശിവരാത്രി ദിവസമായി ഇന്ന് വളരെ ഭക്തരും നമ്മളെല്ലാവരും നമസ്കാരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എങ്ങനെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ജയശങ്കര ജയശങ്കര. ജ്യോതിഷിന്റെ നിങ്ങളെ എല്ലാവരുടെയും ഈ താല്പര്യമാണ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും പ്രചോദനം. ഒരാളായാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു താല്പര്യവും കൊള്ളാൻ പറ്റുന്ന കാണുമ്പോൾ സന്തോഷമാണ്. 48 ഇപ്പൊ സെഷൻ എന്ന് പറയുന്നത് 48 മാസങ്ങളായി, 4 വർഷം പൂർത്തിയാകുന്ന ദിവസം കൂടിയാണ്. കാരണം നമ്മളിത് ഓരോരോ ഇതും എപ്പിസോഡുകൾ നമുക്കത് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തിന്റെ ബേസിൽ തന്നെയാണ് നമ്മളിത് തുറന്നു കൊണ്ടുപോകുന്നത്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പല ഇതും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ കഴിഞ്ഞ ക്ലാസ് വരെയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പം ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞതുപോലെ ഇതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുപോലെ സതി ചേച്ചിയും പറഞ്ഞു, അത് കേട്ടുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. വായിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ മുഖം മനസ്സിൽ വരുന്നില്ലായിരിക്കാം, പക്ഷെ ഇത് കാണുമ്പോൾ അങ്ങയുടെ മുഖത്തു നിന്നുള്ള അത് കേൾക്കുമ്പോൾ നമുക്കത് ഇത് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അത് വായിച്ച രീതിയിലുള്ളൊരു ഇത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ജ്യോതിഷനൊക്കെ അർപ്പണബോധമാണ് ശരിക്കും എനിക്ക് മുമ്പോട്ട് പോകാൻ. ഞാൻ എന്റെ ഒരു ഇതെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു എന്താ പറയാ, ഡൂ മൈ ബെസ്റ്റ്. നമുക്കൊരു ഒരാള് നമ്മളൊരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മനോഹരമാക്കി കൊണ്ടുപോകുക, ആ ഉത്തരവാദിത്വം ചെയ്യുക. അത് ഇത് മാത്രമല്ല, ഏത് ജോലിയാണെങ്കിലും അതിനെ അതിന്റെ രീതിയിൽ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കാരുണ്യം, ആചാര്യസ്വാമികളുടെ കടാക്ഷം, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സംഘടന ഈ രീതിയിലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെയൊക്കെ മികച്ച പിന്തുണയുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ശിവോഹം എന്നുള്ള പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സപ്താഹം പോലെ ശ്രീമതി സ്വപ്ന നായർ USA നിന്ന് അവര് നമുക്ക് വേണ്ടിയിട്ട് ഇത് ക്ലാസ് എടുക്കുകയാണ്. 1 മണിക്കൂർ ശിവന്റെ ലീലകൾ, മഹാദേവന്റെ ലീലകൾ വർണ്ണിച്ചുകൊണ്ടുള്ള ഇതാണ്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ശിവോഹം എന്നുള്ള പേര്. താല്പര്യമുള്ളവർക്ക് അതിലും കയറാവുന്നതാണ്. നമ്മൾ ലിങ്ക് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവട്ടെ, മഹാദേവന്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കര ജയശങ്കര. എല്ലാവർക്കും നന്ദി ഉണ്ടാവട്ടെ. ജയശങ്കര ജയശങ്കര ജയശങ്കര.